ഞാൻ ഈ സിനിമ ഉണ്ടാക്കുമ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ വിഭിന്നമാണ്. ഇതിലെ 3000-ഓളം അഭിനേതാക്കൾ, ഇത് 2000-ഓളം പേർ യഥാർത്ഥ കർഷക തൊഴിലാളികളെയാണ് ഞാൻ അഭിനയിപ്പിച്ചിരുന്നത്. ഇവരെ കണ്ടെത്താനായിട്ട് ജില്ലകൾ തോറും മാസങ്ങൾ നീണ്ട കാസ്റ്റിംഗ് പ്രക്രിയ നടത്തി. തൊഴിലാളികളെ, കലാബോധമുള്ളവർ, ജീവിതത്തിൽ TV പോലും വീട്ടിൽ വെച്ച് സ്വന്തം TV കാണാൻ കഴിവില്ലാത്ത ആളുകളെ ഞാൻ കാസ്റ്റ് ചെയ്തു. അവർ ജീവിക്കുകയായിരുന്നു സിനിമയിൽ. അതുപോലെ തന്നെ ഓരോ കഥാപാത്രത്തിനും പി കൃഷ്ണപിള്ളയായിട്ട് സമുദ്രക്കനി, ദക്ഷിണേന്ത്യയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന നടനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആയ സമുദ്രക്കനി ആ പി കൃഷ്ണപിള്ളയുടെ രൂപ സാദൃശ്യം മാത്രമല്ല അഭിനയശേഷി കൊണ്ട് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ജന്മിയായി സിദ്ദിഖ്, മറ്റു പലരും കേരളത്തിലെ പ്രമുഖ നടന്മാർ മുകേഷ് അടക്കമുള്ളവർ വേഷം ചെയ്തു. ഏറ്റവും അഭിമാനത്തോടെ പറയാം, PK മേലിനി, 81 വയസ്സുള്ള ഒരു സ്ത്രീ, സംഗീത സംവിധായികയായി ഈ സിനിമയിൽ, ഗായികയായി ഈ സിനിമയിൽ, നായികയായി, ലോക റെക്കോർഡാണ്. ഞാൻ വേദനാപൂർവ്വം പറയട്ടെ, ഈ സിനിമയ്ക്ക് ഞാൻ ഈ സിനിമയുടെ പ്രക്രിയയുടെ ഭാഗമായി പല പ്രവർത്തനങ്ങളും നടത്തി. അതിനകത്തൊക്കെ അകമഴിഞ്ഞ പിന്തുണ എൻ്റെ പാർട്ടി ലീഡേഴ്സ് തന്നിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്തപ്പോൾ ചില പ്രതിസന്ധികളുണ്ടായി. ആരാണ് ഈ സിനിമ ഏറ്റെടുക്കേണ്ടത്? ഇപ്പൊ ചെഗുവരെ കുറിച്ച് 70-കൾ മുതൽ ഇതുവരെ നിരവധി സിനിമകൾ ഉണ്ടാക്കി ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടും. ലെനിനെ കുറിച്ച് നിരവധി സിനിമകൾ ഉണ്ടാക്കി ലോകം മുഴുവൻ ആഘോഷിക്കുന്നു. ലോകത്തിലെ EMSനെ പോലെയോ AKGയെ പോലെയോ പി കൃഷ്ണപിള്ളയെ പോലെയോ താരതമ്യേന സംഭാവന ചെയ്യാത്തവർ ലീഡേഴ്സിനെ കുറിച്ചുള്ള സിനിമകൾ ഇന്ന് പെരുമ്പറ മുഴക്കി ആഘോഷിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ആഘോഷിക്കുന്നു. രാജ്യത്ത് വലിയ സംഭാവനകൾ നൽകാത്ത ചില വ്യക്തികളെ പൊക്കിയെടുത്തിട്ട് വലിയ ചരിത്ര സിനിമകൾ ഉണ്ടാക്കി ആഘോഷിക്കുന്നു. അപ്പോൾ സഖാവ് പി കൃഷ്ണപിള്ള എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതം? ഇത് ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ, കേരളത്തിന് മുന്നിലേക്കല്ല, തിയേറ്ററുകളിൽ എത്തിച്ചിട്ട് കാശ് വാരാനല്ല, മറിച്ച് ഇത് ലോകത്തിന്റെ മുന്നിലേക്ക് കേരളത്തില് ഈ മനുഷ്യൻ EMS, AKG അടക്കം, KPR ഗോപാൽ അടക്കം എന്താണ് ചെയ്തത്, എന്ത് ത്യാഗം അവർ അനുഭവിച്ചു, അവരുടെ ജീവിതം അവർ മറന്നുകൊണ്ട് അവരെങ്ങനെ പ്രവർത്തിച്ചു, എന്തിനു പ്രവർത്തിച്ചു, ഇത് കേരളത്തിന്റെ മുന്നിലേക്കല്ല, ഇന്ത്യയുടെ മുന്നിലേക്കല്ല, ലോകത്തിന്റെ മുന്നിലേക്ക് വെക്കുവാൻ വേണ്ടി അന്തർദേശീയ നിലവാരത്തിലുള്ള ടെക്നീഷ്യന്മാരെ വെച്ചുകൊണ്ട് കഠിന ശ്രമം കൊണ്ട് 2 വർഷം അതിന്റെ നിർമ്മാണ പ്രക്രിയക്ക് എടുത്തു. 6 കിലോമീറ്റർ ചുറ്റളവിൽ സെറ്റ് ഇട്ടു 1940-കൾ ചിത്രീകരിക്കാൻ. ഇവിടെയൊക്കെ സർവകക്ഷി ആളുകളുടെയും പിന്തുണ സിനിമയ്ക്ക് ലഭിച്ചു. സിനിമ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ സിനിമ സ്വീകരിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടില്ല? ഇവിടെ ഫ്രോഡും കൂതറയും സ്വീകരിക്കപ്പെടുമ്പോ സഖാവ് പി കൃഷ്ണപിള്ള, സഖാവ് EMS, സഖാവ് AKG യഥാർത്ഥമായി ഞാൻ ചെയ്ത ഒരു സിനിമ, അതിന്റെ ആവിഷ്കാരം ആരും നിഷേധിച്ചിട്ടില്ല, പ്രശംസിച്ചിട്ടേ ഉള്ളൂ. എല്ലാ നേതാക്കളും, ദേശീയ നേതാക്കളടക്കം കണ്ടു, വളരെ ഹാർദമായി അപ്രീഷിയേറ്റ് ചെയ്തു. സഖാവ് പിണറായി സിനിമ കാണുന്ന ദിവസം വന്നപ്പോൾ തുടക്കത്തില് എൻ്റെ അടുത്ത് ഒരു മുൻകൂർ ഇത് പറഞ്ഞിട്ടാണ് വരുന്നത്, ഞാൻ എന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകും, ഞാൻ പിന്നെ കാണാം. സഖാവ് കണ്ടു. പക്ഷെ അദ്ദേഹം വീണ്ടും എൻ്റെ അടുത്ത് CD ആവശ്യപ്പെട്ട് അദ്ദേഹം കണ്ടു. കണ്ടിട്ട് അടുത്ത നിമിഷം എന്നെ വിളിച്ചു, വളരെ ഹാർദമായി എന്നെ അഭിനന്ദിച്ചു. അതുപോലെ പല നേതാക്കളും. അപ്പോൾ അവരുടെ മനസ്സിൽ അവർ എന്താണോ അവർ ആഗ്രഹിച്ചതെന്ന്, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോരാട്ട സംഭാവനകളുടെ ചരിത്രം, ആ ചരിത്രത്തെ ഞാൻ ആവിഷ്കരിച്ചതിൽ അവർ എന്നെ അഭിനന്ദിച്ചപ്പോൾ അതിലെല്ലാം ഞാൻ ആവേശം കൊള്ളുന്നു. പക്ഷേ ഈ സിനിമയെ സ്വീകരിക്കേണ്ട ഈ കേരളീയ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. ഇന്ന് മദ്യം, മദിരാക്ഷി, വയലൻസ്, സെക്സ്, അതുപോലെ തന്നെ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് തിയേറ്ററുകളിൽ നിറഞ്ഞ് കൈയടിക്കുന്നത് ആരാണ്? ഈ കേരളത്തിലെ ഇന്ന് സിനിമകൾ ഇറങ്ങുന്ന ഈ സിനിമ ലോകം എന്താണ്? ഞാൻ തുറന്ന് സംസാരിക്കാവുന്ന ഒരു വേദിയായതുകൊണ്ടാണ് ഞാൻ ഇത് മൂർത്തിമാഷം കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ന് സിനിമയിലെ 30-40 വർഷമായി നിൽക്കുന്ന താരങ്ങൾക്ക് അവർക്ക് അവരുടെ നിർമ്മാണ കമ്പനിയുണ്ട്, അവരുടെ പേരിലുണ്ട്, അവരുടെ ബിനാമി പേരിലുണ്ട്. അവർക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ മാത്രം, അവരുടെ സിനിമകൾ മാത്രമേ തിയേറ്ററുകളുടെ സംഘടന എടുക്കുകയുള്ളൂ. അപ്പോൾ സിനിമയുടെ സൂപ്പർ താരങ്ങൾ 35-40 വർഷമായി നിൽക്കുന്നവർ, അവരുടെ നിർമ്മാണ കമ്പനി, അവരുടെ കോക്കസിലുള്ള ഡയറക്ടേഴ്സ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, അവരുടെ തന്നെ സെറ്റപ്പിലുള്ള തിയേറ്ററുകൾ. പിന്നെ എങ്ങനെ നല്ല സിനിമകൾ ഇവിടെ കളിക്കപ്പെടും? അപ്പോഴാണ് ഞാൻ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഈ വേദിയിൽ വെച്ച് ചോദിക്കുന്നത്. ചാനലുകൾ
ഈ 30 വർഷമായി നിൽക്കുന്ന 40 വർഷമായി നിൽക്കുന്ന നടന്മാർക്ക്, ജനങ്ങൾക്ക് വേണ്ടാത്ത നടന്മാർക്ക് സാറ്റലൈറ്റ് റൈറ്റ് കൊടുക്കുകയാണ്, കോടികൾ. ഇന്ന താരത്തിന് 3.5 കോടി, ഇന്ന താരത്തിന് 5.5 കോടി, 6 കോടി രൂപ അവർ തീരുമാനിച്ചു. നമ്മുടെ സിനിമ, നമ്മുടെ പാമ്പിനൊക്കെ മാണിക്യ കല്ല് വയ്ക്കുന്ന പോലെ ഇവർ വെച്ചു കൊടുക്കണം, ആർക്കും വേണ്ട. പക്ഷെ ഈ മാണിക്യ കല്ലുമായിട്ട് നിൽക്കുന്ന ഇത്തരം സർപ്പങ്ങളെയാണ് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ വാഴുന്നത്. അതുകൊണ്ട് നല്ല സിനിമകൾ ഉണ്ടാകുന്നില്ല, അവർക്ക് തിയേറ്ററുകൾ കിട്ടുന്നില്ല, അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇത് ആരാണ് ഇതിന് പരിഹാരം കാണേണ്ടത്? ഒരു വലിയ പ്രസ്ഥാനം, കേരളത്തിലുടനീളം സ്വാധീനമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം ഈ വിഷയം ചർച്ച ചെയ്യണം. ഞാൻ ഈ വേദിയിൽ ഉന്നയിക്കുക. ഇത്തരം സിനിമകൾ, ഇത് ലോകവേദിയിലേക്ക് എത്തേണ്ട സിനിമ ഇതിന് അവാർഡുകൾ കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഫിലിം ക്രിട്ടിക്സിന്റെ 4 അവാർഡുകൾ കിട്ടി. ഞാൻ അതിൽ സത്യത്തിൽ ഒന്നും കാണുന്നില്ല, എനിക്ക് അവാർഡുകൾ വേണ്ട. പക്ഷെ ഈ അവാർഡിനെ ഞാൻ വളരെ അഭിമാനപൂർവ്വം, ഹൃദയപൂർവ്വം ഞാൻ ഏറ്റുവാങ്ങുകയാണ്. ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത്. എന്തുകൊണ്ട് ലോകത്തിന്റെ മുന്നിലേക്ക് പോകേണ്ട ഈ സിനിമ, ഞാനിതിന്റെ ഒരു സാറ്റലൈറ്റ് അവകാശം എടുക്കാൻ വേണ്ടി കൈരളി ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറെ സമീപിച്ചു. അദ്ദേഹം നിരസിച്ചു, വളരെ നിഷേധാത്മകമായ സമീപനത്തോടുകൂടി. സാധ്യമല്ല. ഞാൻ പറഞ്ഞത് കൊമേഴ്സ്യലി തന്നെ ആലോചിച്ചാൽ ഇന്ത്യയിലെ റെക്കോർഡാണ് സിനിമ. 8 സംഗീത സംവിധായകർ ഒന്നിച്ച ഇന്ത്യയിൽ ആദ്യത്തെ സിനിമ. 20ഓളം ഗായകർ, യേശുദാസ്, ചിത്ര അടക്കം പാടിയ ഗാനങ്ങൾ ഹിറ്റാണ്. ഇപ്പോഴും നിങ്ങളിവിടെ കേട്ടതാണ്. ആ ഗാനങ്ങൾ കൈരളി ടി വി ആ സിനിമ വന്ന് തുടങ്ങിയ സമയം തൊട്ട് സിനിമ തീർന്നപ്പോൾ ആ പാട്ടുകൾ വിഡ്രോ ചെയ്തു. സഖാവ് പിണറായി വിജയന്റെ യാത്ര, കേരള മാർച്ച് നടക്കുമ്പോൾ ഞാൻ കൈരളി ടി വിയിൽ ഈ പാട്ടുകൾ എത്തിച്ചു കൊടുത്തു. ഇത് ആ മാർച്ചിന് ആവേശകരമാകുന്ന ഗാനങ്ങളാണ്. ഇട്ടില്ല. മാർച്ച് തിരിച്ചെത്താറായപ്പോഴും ഇട്ടില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു CD എറണാകുളത്ത് എത്തിച്ചു കൊടുക്കണം. എറണാകുളത്ത് എത്തിച്ചു കൊടുത്തു, ഇട്ടില്ല. ഒടുവിൽ വീണ്ടും നമ്മൾ കണ്ട വളരെ നിഷേധാത്മകമായിട്ടുള്ള സമീപനം. ഇതിന്റെ സാറ്റലൈറ്റ് അവകാശം എടുത്ത് എന്റെ കടബാധ്യത, ഞാൻ എന്റെ വീട് വിറ്റു, വസ്തുക്കൾ വിറ്റു, സ്വർണ്ണമെല്ലാം പണയം വെച്ചു, കടബാധ്യതയിൽ നിൽക്കുമ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ അവസ്ഥ, എടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ സഖാവ് പിണറായി വിജയനെ കണ്ടു. അദ്ദേഹം വളരെ മനുഷ്യത്വപരമായ, വളരെ സ്നേഹപൂർണമായ ഒരു സമീപനം. അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് അറിയാൻ, സിനിമ കണ്ടു, അദ്ദേഹത്തിന് വളരെ ഹൃദയപൂർവ്വമായി അദ്ദേഹം ഇടപെട്ടു. അദ്ദേഹത്തോട് വീണ്ടും MD യോട് പറഞ്ഞു ഇത് എടുക്കാൻ നോക്കണം. ഞാൻ വീണ്ടും ചെന്ന് കാണാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ പോയി കണ്ടു. അപ്പോഴും പറയുന്നത് അദ്ദേഹം അതൊക്കെ പറയും, പക്ഷേ ഇത് ഇവിടെ സാധ്യമല്ല, ഇവിടെ നമുക്കത് പ്രശ്നമാണ്. നിങ്ങളെ ഇത്തരം സിനിമ ഞാൻ എന്തിനല്ലേ ഈ ഫൂളിഷ്നെസ്സെ കാണിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഈ വേറെ ഇതൊക്കെ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറയും എനിക്കറിയില്ല. നിങ്ങൾക്ക് കുറ്റബോധം തോന്നില്ലേ? ഞാൻ പറഞ്ഞു ഒരിക്കലും കുറ്റബോധം തോന്നില്ല. എന്ന് മാത്രമല്ല, ബ്രിട്ടാസോട് ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചു പോയാലും ശരി ഈ പ്രക്രിയയിൽ എനിക്ക് കുറ്റബോധം തോന്നുന്നില്ല. കടബാധ്യത കൊണ്ട് നശിച്ചാലും കുറ്റബോധം തോന്നില്ല. ബ്രിട്ടാസിന് ആ പൊളിറ്റിക്സ് അറിയില്ല. ഇത് ഞാൻ ഈ വേദിയിൽ തന്നെ പറയണം എന്ന് ആഗ്രഹിച്ചതാണ്. ആ സിനിമ എടുത്തില്ല. പക്ഷേ ഞാൻ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം പറഞ്ഞു. മമ്മൂട്ടിയുടെ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമ എൻ്റെ സിനിമയ്ക്ക് ശേഷം വന്നാണ്. അത് വളരെ ജനം തിരസ്കരിച്ച് പൊട്ടിപ്പൊളിഞ്ഞു പോയ സിനിമ. 5 കോടി രൂപയ്ക്ക് മറ്റവിടെ എടുത്തു, കൈരളി ടി വി എടുത്തു. മമ്മൂട്ടിയുടെ മകന്റെ പല പടങ്ങളും എടുത്തു, പട്ടം പോലെ പറന്നു പോലെ പടം എടുത്തു. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ ആ ഡിമാൻഡ് പൈസയൊന്നും അത്ര ഈ പറഞ്ഞ കോടികളൊന്നും ആവശ്യപ്പെട്ടില്ല. എനിക്ക് കടബാധ്യത തീർക്കണം. വസ്തുക്കൾ പോയത് പോട്ടെ, മറ്റെല്ലാം നഷ്ടപ്പെടട്ടെ, പക്ഷെ കടബാധ്യതയിൽ നിന്ന് മോചനം. ഇത് ലോകവെട്ടുക്ക് പോകേണ്ട സിനിമയാണ്. ഇത് കൈരളി ടി വിയിലൂടെ ജനം കാണേണ്ട സിനിമയാണ്. ഇത് മറ്റൊരു ചാനൽ ഈ സിനിമ എടുക്കുമോ? എടുത്താൽ അവർ ഇടുമോ? പി കൃഷ്ണപിള്ള ദിനം, EMS ദിനം, AKG ദിനം അടക്കം, നായനാർ ദിനം അടക്കം എല്ലാ ദിനങ്ങളിലും ഇത് ടെലികാസ്റ്റ് ചെയ്തുകൂടെ? പാർട്ടിയുടെ പ്രചാരണ പരിപാടിക്ക് ഉപയോഗിച്ചൂടെ? ഈ ചരിത്രം വലിയ പുതുതലമുറ അറിയേണ്ടത്. അതോ ഗാങ്സ്റ്ററിന്റെ ചരിത്രമാണോ? ഞാൻ ചോദിച്ചു, ബ്രിട്ടാസിനോട് ഞാൻ പോയി കണ്ടു, ഇങ്ങനെ ഗാങ്സ്റ്റർ എടുത്തെന്നുള്ള ശരിയാണോ? അപ്പൊ പുള്ളിയെ ഒന്ന് പതറിയിട്ട് പറഞ്ഞു അത് ശരിയാണ്, പക്ഷെ അത് ചെയർമാൻ വളരെ അഡമന്റായിട്ട് നിന്നു. ചെയർമാൻ അഡമന്റായിട്ട് നിന്നാൽ അധോലോക സിനിമ എടുക്കാം. പി കൃഷ്ണപിള്ളയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ചരിത്രമുള്ള, സ്റ്റാർ വാല്യൂ ഉള്ള സിനിമ, കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമ എടുക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാനിത് പറയാതിരുന്നാൽ ഇത് കഷ്ടമായി പോകും. ഞാൻ ഏത് ചാനലിൽ കൊണ്ട് കൊടുക്കണം ഈ സിനിമ? എവിടെ കുഴിച്ചു മൂടണം? ഇത് ശരിക്കും വിലയിരുത്തേണ്ടവർ വിലയിരുത്തുക. പാർട്ടിയുടെ സമന്വയ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ട് അനുഭാവപൂർവമായി ചർച്ച ചെയ്തിട്ട് ഇത് പാർട്ടി ഏറ്റെടുക്കണം, ഇത് ജനങ്ങൾ എത്തിക്കണം, പ്രവർത്തകർ കാണണം, അനുഭാവികൾ കാണണം, കുടുംബങ്ങളെ കാണിക്കണം എന്ന് സഖാവ് പിണറായി അടക്കം പറഞ്ഞിട്ട് സിനിമ വേണ്ട.
അപ്പൊ ഇതെന്താ പൊളിറ്റിക്സാണ്? മിസ്റ്റർ ഫ്രോഡ് എന്ന് പറയുന്നൊരു സിനിമ ഇവിടെ വന്നു. വേദനയോട് പറയാണ്, ഈ എന്റെ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ ഒരു ന്യൂസും മെയിൻ ന്യൂസിൽ കൈരളി TV കൊടുത്തിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കാണ്, കൊടുത്തിട്ടില്ല. എന്റർടൈൻമെന്റ് ന്യൂസിൽ മാത്രം ഞങ്ങളെയൊക്കെ കുറച്ചുപേരെ വിളിച്ചിട്ട് എന്റർടൈൻമെന്റ് ന്യൂസ് അത് എല്ലാ ചാനലുകളും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചാനലുകൾ, മനോരമ ന്യൂസ്, മീഡിയ വൺ, അമൃത TV, ജയ്ഹിന്ദ് TV എന്നെ വിളിച്ചു അരമണിക്കൂർ ഇന്റർവ്യൂ ചെയ്തു. അതുപോലെ മറ്റെന്റെ നടീതരന്മാരെ ഇന്റർവ്യൂ ചെയ്തു. സിനിമയെക്കുറിച്ച് കാര്യമായ റിപ്പോർട്ട്, ക്ലിപ്പിംഗ്സ്, ഗാനങ്ങൾ നിരന്തരം കൊടുത്തു. പക്ഷെ ഒരു പ്രധാന ഒരു മെയിൻ ന്യൂസിൽ ഈ സിനിമയെക്കുറിച്ച് ഒരു പരാമർശം കൊടുത്തില്ല. ഒരു ജംഗ്ഷൻ നടത്തുന്നുണ്ടല്ലോ, അതിൽ സീരിയൽ നടികൾ തൊട്ട് ഡബിംഗ് ആർട്ടിസ്റ്റ് വരെ പാമ്പ് പിടിക്കുന്നവർ വരുന്നു. ഞാൻ പറഞ്ഞ PK മേദിനി, അവരെ വിളിച്ച് ഒരു വാക്ക് ഈ സിനിമയെക്കുറിച്ച് സംസാരിപ്പിക്കും. മുകേഷ്, സിദ്ദിഖ്, വേണ്ട സമുദ്രക്കനിയെ ഞാൻ എന്റെ ചെലവിൽ ഇവിടെ വരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ കയറ്റിയില്ല. അവിടുത്തെ മെയിൻ ന്യൂസിൽ ഒരിടത്തും ഈ സിനിമയെക്കുറിച്ച് ഒരു കമന്റ് കൊടുത്തിട്ടില്ല. മെയിൻ ന്യൂസ്, എന്റർടൈൻമെന്റ് ന്യൂസ് കൊടുത്തു. പാട്ടുകൾ ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിച്ചു, അല്ലെ 2 ആഴ്ച മാക്സിമം. ആ പാട്ടുകൾ അങ്ങനെ അവസാനിക്കേണ്ട പാട്ടുകളാണോ എന്ന് എല്ലാവരും ചിന്തിക്കണം. ആ സിനിമ അങ്ങനെ നശിക്കേണ്ട സിനിമയാണോ എന്ന് വേണ്ടപ്പെട്ടവർ ചിന്തിക്കണം. ഇത് വളരെ വേദനയോടുകൂടി ഞാൻ പറയുകയാണ്. ഇത് ഈ ചരിത്രത്തിൽ നിന്നുകൊണ്ട് സാധാരണഗതിയിലുള്ള ഒരു വളരെ ദുർബലമായ ഒരു ചിന്താഗതി വൈകാരികമായി എടുത്തിയാടുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ ഉണ്ടാവുമായിരുന്നില്ല. കടബാധ്യതയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും ഞാൻ പോരാടുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സിനിമ എല്ലാ അർത്ഥത്തിലും ഞാൻ പാർട്ടി ലീഡേഴ്സിനോട് സംസാരിച്ചു, SRPയോട് സംസാരിച്ചു, കാരാട്ടിനോട് സംസാരിച്ചു, മറ്റ് ദേശീയ നേതാക്കളോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഡൽഹിയിലേക്ക് വരിക, ഇത് ചൈന അടക്കമുള്ള ലോകരാജ്യങ്ങളിലേക്ക് ഈ സിനിമ സബ്ടൈറ്റിൽ ചെയ്ത് വിടാനുള്ള സഹായം നമ്മൾ ചെയ്യാം. ഈ സിനിമ അങ്ങനെ സഞ്ചരിക്കും. ഇപ്പോൾ തമിഴിൽ നിന്ന് അതിൻ്റെ സിനിമയിലെ നായകൻ സമുദ്രക്കനി എൻ്റെ ദുസ്ഥിതി കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കരുത്, ഇത് എൻ്റെ കമ്പനി ഈ സിനിമ തമിഴിലും തെലുങ്കിലും ഡബ് ചെയ്ത് ഇറക്കാൻ പോവുകയാണ്. അപ്പൊ എനിക്കിങ്ങനെ ആശ്വാസങ്ങൾ വരുമ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, ഞാനടക്കം നിന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് കൈരളി TV എന്ന് പറയുന്നൊരു വലിയ പ്രസ്ഥാനത്തിന്റെ ശ്രമങ്ങൾക്ക്. എൻ്റെ കുടുംബത്തിന്റെ വലിയ ഷെയറുണ്ട്. എൻ്റെ ജ്യേഷ്ഠനാണ് ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ആളാണ്. അവിടുത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ കൈരളി TVയുടെ സംപ്രേഷണം എത്തിക്കാൻ നടന്ന് കടബാധ്യതക്കാരനെ കിടക്കുന്നത്. അതൊന്നും എൻ്റെ വ്യക്തിപരമായ അതിനകത്തുള്ള സംഭാവന ഒന്നും വിലയിരുത്തേണ്ട. ഇത് എന്ത് സിനിമയാണ്? ഈ സബ്ജക്റ്റ് എന്താണ്? ഈ സബ്ജക്റ്റിന് എന്താണ് സമീപനം? ഗാങ്സ്റ്ററിന്റെ വിലയില്ലേ? തല്ലിപ്പൊളി സദാചാര വിരുദ്ധ സിനിമകളുടെ വിലയില്ലേ ഈ സിനിമയ്ക്ക്? ദക്ഷിണാമൂർത്തി സഖാവ് ഈ സിനിമ കണ്ടു. അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ ആ മുഖത്തെ വികാരങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല. ആ വികാരം അദ്ദേഹം എൻ്റെ അടുത്ത് അമിതമായി എക്സ്പ്രസ് ചെയ്തില്ല. പക്ഷെ ആ വികാരത്തിന്റെ പരിണതഫലമാണ് ഈ അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഖാവ് പിണറായി, സഖാവ് VS, കോടിയേരി, MA ബേബി അടക്കമുള്ള എല്ലാ നേതാക്കളും കണ്ട് ഈ സിനിമയെ ഹാർദമായി അപ്രീഷിയേറ്റ് ചെയ്തു. CPIയുടെ പന്ന്യനോട് പറഞ്ഞത്, ഞാൻ ഒരുപാട് ലോക സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇത്ര ഡിഫൻസ്, ഇത്ര ചരിത്ര സത്യം പറയുന്ന ഒരു ഇന്ത്യൻ സിനിമ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം സഖാവ് പന്ന്യൻ പറഞ്ഞു. അതുപോലെ എല്ലാ നേതാക്കളും ആ വിലയിരുത്തൽ തന്നെയാണ്. ഈ സിനിമയിൽ രാഷ്ട്രീയം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇന്നത്തെ സമൂഹത്തിലുണ്ടാകുന്ന ദുഷ്പ്രവണതകൾ, മദ്യം, മയക്കുമരുന്ന്, സ്ത്രീപീഡനം, അഴിമതി, ആർഭാടം, പ്രകൃതി നശീകരണം, വർഗീയത, മതഭ്രാന്ത്, തീവ്രവാദം, ഇതിനെയൊക്കെ എതിർക്കുന്ന മെസ്സേജുകളാണ് ഈ സിനിമ നിറയെ. ഈ സിനിമ കണ്ടിട്ട് മദ്യം, മയക്കുമരുന്നുകൾ ഉപേക്ഷിക്കുന്ന തലമുറയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ് നമ്മുടെ ദേശീയത, എന്താണ് നമ്മുടെ രാജ്യസ്നേഹം, എങ്ങനെയാണ് ഒരു മനുഷ്യനായി ജീവിക്കേണ്ടത്, ഇതെല്ലാം എന്റെ സിനിമ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഇത്രയും ശക്തമായി എനിക്ക് പറയാൻ എൻ്റെ മനസ്സ് വന്നത്, കുവൈറ്റ് കല ഒരു വലിയ സംഘടനയാണ്. വലിയ സംഘടനയ്ക്ക് വലിപ്പം കൊണ്ടല്ല, അവരുടെ പ്രവൃത്തി കൊണ്ട്. വി സാംബശിവൻ ഒരു വലിയ പ്രസ്ഥാനമാണ്, ഞാൻ കുമ്പിടുന്ന പ്രസ്ഥാനം. EMSനെ കുറിച്ചുള്ള എൻ്റെ കാസറ്റില് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കൊടുത്തിട്ടുണ്ട്. പട്ടിണി പാവങ്ങളെ ചാളയിൽ പോയി കിടന്ന മനുഷ്യനെ കുറിച്ച് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആകുമെന്ന് സാംബശിവൻ പറഞ്ഞ വാക്ക് എന്റെ കാസറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വി സാംബശിവൻ എൻ്റെ അമ്മയുടെ സഹപാഠിയും എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹത്തിന്റെ അതുകൊണ്ടല്ല ഞാൻ അഭിമാനിക്കുന്നത്, ഒരു തൊണ്ട കൊണ്ട് ഈ തലമുറകളെ കീഴടക്കി, അവരുടെ മനസ്സിനെ കീഴടക്കി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ച് ഉറപ്പിച്ചു നിർത്തിയ ഇത്രയധികം തൊഴിലാളികളെ, പാവങ്ങളെ, പട്ടിണി പാവങ്ങളെ, അവർ രാത്രിയിൽ പായും തലേണയും കൊണ്ട് സാമ്പന്റെ കഥ കേൾക്കാൻ പോകുന്ന ഒരു ചിത്രം ഇന്നത്തെ തലമുറക്ക് അറിയുമോ? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന ഈ അവാർഡ് കൊണ്ട്
അദ്ദേഹത്തിനെ അല്ല ആദരിക്കുന്നത്, കുവൈറ്റ് കലയെ തന്നെയാണ്. ആ മനുഷ്യന്റെ ഒരു പ്രസ്ഥാനമായി മാറിയ പ്രസ്ഥാനം, ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വന്നുകൊണ്ടിരുന്ന ആ മനുഷ്യന്റെ പേരുള്ള അവാർഡ് ഞാൻ അഭിമാനപൂർവ്വം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.